കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും വെറും സാങ്കല്പികം മാത്രമാണെന്ന് കണക്കിലെ കളികൾ കൊണ്ട് സമർത്ഥിച്ചത്. അന്ന് വൈകുന്നേരം വരെ ബിഷപ്പ് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ചെറിയ വിഭാഗത്തിന്റെ മനസ്സിലെങ്കിലും പാലാ ബിഷപ്പ് പറഞ്ഞ വസ്തുതകളെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നതിൽ കുറച്ചൊക്കെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിലെ നിഷ്പക്ഷരായ ചില മനുഷ്യരുടെ മനസ്സുകളിൽ. അക്കാര്യത്തിൽ വിജയിച്ച മുഖ്യമന്ത്രിയുടെ PR ടീമിനെ അഭിനന്ദിക്കാതെ വയ്യ. പാലാ ബിഷപ്പിന്റെ പ്രസംഗം കഴിഞ്ഞ് 2 ആഴ്ചകൾക്ക് ശേഷമാണ് പാലാ ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധവും സ്ഥിതിവിവര കണക്കുകളുമായി യോജിച്ചു പോകാത്തതുമാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത് എന്നത് രാഷ്ട്രീയത്തിലെ പിന്നാമ്പുറ കളികൾ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ തക്കവിധത്തിൽ ഒരു വിഭാഗം ജനങ്ങളെ ഒരുക്കിയെടുക്കുന്നതിൽ തലേ ദിവസത്തെ മതസൗഹാർദ്ദ സമ്മേളനവും അന്ന് രാവിലെ നടന്ന നടേശൻജിയുടെ പത്രസമ്മേളനവും കുറച്ചൊന്നുമല്ല സഹായിച്ചത്. അതിൻ്റെ പിന്നിലും അദ്ദേഹത്തിൻ്റെ PR ടീം നന്നായി വർക്ക് ചെയ്ത് കാണണം. ഇനി വിഷയത്തിലേക്ക് കടക്കാം. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ട് ഒരു നിമിഷം ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നീട് യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് കത്തോലിക്ക സഭയ്ക്കും ഇതര ക്രൈസ്തവ സമൂഹങ്ങൾക്കും ബോധ്യമാകാൻ തുടങ്ങി. മുഖ്യമന്ത്രി പറഞ്ഞത് വെറും കണക്കുകൾ കൊണ്ടുള്ള കളികളാണ് എന്ന് അവർ മനസ്സിലാക്കി. ഒരു നിമിഷം പുറകോട്ട് പോയവർ പൂർവാധികം ശക്തിയോടെ ഉണർന്നെഴുന്നേറ്റു. പാലാ ബിഷപ്പിനെ കുറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി ഉപയോഗിച്ച കടുത്ത വാക്കുകൾ ക്രൈസ്തവ സമൂഹത്തിലെ അനേകം പേരെ കല്ലറങ്ങാട്ട് പിതാവിനെ നേരിൽ കണ്ട് പിന്തുണ അറിയിക്കാൻ പ്രേരിപ്പിച്ചു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കല്ലറങ്ങാട്ട് പിതാവിന് ഇപ്പോൾ ഒരു മിനിറ്റ് പോലും സന്ദർശകർ ഇല്ലാത്ത സമയം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വഴികളും പാലയിലേക്ക് എന്ന രീതിയിലാണ് കാര്യങ്ങൾ. കല്ലറങ്ങാട്ട് പിതാവിനെ സന്ദർശിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്തുണ അറിയിച്ച ഏതാനും ചില ഗ്രൂപ്പുകളുടെ സന്ദർശന ഫോട്ടോകളിലൂടെ. മുഖ്യമന്ത്രി പ്രതിഷേധ സ്വരം കടുപ്പിച്ചു നടത്തിയ പത്രസമ്മേളനത്തിന് തൊട്ടുപുറകെ കല്ലറങ്ങാട്ട് പിതാവിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് സീറോ മലബാർ സഭാ നേതൃത്വമാണ്. പിന്നീട് വിവിധ സഭാ മേലധ്യക്ഷന്മാർ, ഇതര ക്രൈസ്തവ സഭകളിലെ ലീഡേഴ്സ്, വിവിധ രൂപതകളിലെ വൈദികർ, സന്യസ്തർ, അൽമായ സംഘടനകൾ, വിവിധ ഇടവകകളിലെ ഇടവക ജനം തുടങ്ങിയവരുടെ പാലാ ബിഷപ്പ് ഹൗസിലേക്കുള്ള ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. അതിനാൽ നന്ദി മുഖ്യമന്ത്രി. കാരണം താങ്കളുടെ വാക്കുകൾ ക്രൈസ്തവ സമൂഹത്തിന് കൂടുതൽ ഐക്യബോധവും സഭാസ്നേഹവും നൽകിയിരിക്കുന്നു.